karulai start ചെയ്തിട്ടുള്ളത്. ഈ നഴ്സറിയിൽ എന്ന് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ ഓർണമെന്റൽ പ്ലാന്റ്സും അതുപോലെ തന്നെ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുള വന്നതിന് ശേഷം റിമൂവ് ചെയ്തതാണോ ഇവിടുത്തെ? ഇത് സത്യത്തില് ചാടി റേറ്റ് ഇട്ടിട്ട് അത് നമ്മൾ റിട്ടേൺ വാങ്ങും. അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത്രയും നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്യാം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു ഗാർഡൻ ബ്ലോഗായിട്ടാണ്. കരുളായിലെ വീട്ടമ്മമാർക്കൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. കാരണം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയ ചെടി കൊണ്ടുപോയി കൊടുത്താൽ അവിടെ വിൽപ്പന നടത്താം. അങ്ങനെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് ഇതിൽ. ഇന്ന് മിക്ക വീടുകളിലും ചെടിയില്ലാത്ത വീടുകളുണ്ടാവില്ല. അപ്പോൾ ചെറിയ ചട്ടിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുത്തുങ്ങാണ്ട് നമുക്കവിടെ കൊണ്ടുപോയിങ്ങാണ്ട് കൊടുത്താൽ അവരത് എടുക്കും. അതിനുള്ള ചെടിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റും തരും. അവർ 2-3 മാസത്തെ അധ്വാനമാണിത്. അപ്പം ഇന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ ആ ഉദ്ഘാടനത്തിൻ്റെ കുറച്ച് മുമ്പ് ഞാൻ പോയെടുത്ത വീഡിയോ ആണിത്. ഉദ്ഘാടനത്തിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദ്ഘാടനം കരുളായി കൃഷിഭവനിലെ കൃഷി ഓഫീസറാണ്. അപ്പം മാഡത്തിൻ്റെ കുറച്ച് വാക്കുകളുണ്ട് ഇതിൽ. അതുപോലെ ഇതിൻ്റെ ഓണർമാരും അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം വീഡിയോ അവസാനം വരെ കാണാം. ഇനി ചെടിയില്ലാത്ത വീടുകളില്ലല്ലോ, എല്ലാ വീട്ടിലും ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. ഇത് പല വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെവിടെയും കാണാത്ത സൈസ് ഹാങ്ങിങ് പ്ലാനൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനും. അതുപോലെ ബോഗൺവില്ലിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട്, പല കളറുകളായിട്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പൂത്ത് നിൽക്കണ കാണാൻ തന്നെ അതിനൊരു പ്രത്യേക രസമാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ അത് ഇവർ ചെയ്തു തരും കേട്ടോ. അതും ഇവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഏത് തരം വേണമെങ്കിലും ചെയ്തു തരും. നമ്മുടെ കൃഷി ഓഫീസർ ഒന്ന് പറയണേ കേൾക്കാം. നഴ്സറിയാണ് ഇവിടെ കരുളായിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ നഴ്സറിയിൽ എന്ന് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ ഓർണമെന്റൽ പ്ലാന്റ്സും അതുപോലെ തന്നെ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓർണമെന്റൽ പ്ലാന്റ്സിൽ നമ്മൾ മെയിനായിട്ട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് അതുപോലെ തന്നെ ഹാങ്ങിങ് ടൈപ്പ് എല്ലാ വെറൈറ്റിയിലുള്ള ഹാങ്ങിങ് ടൈപ്പ് പ്ലാന്റ്സുകളും ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ചെടി വളരാൻ ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസറും അതുപോലെ തന്നെ വളങ്ങളും ഫെർട്ടിലൈസർ ലഭ്യമാണ്. അതുപോലെ തന്നെ അത് നമ്മൾ ഫ്ലവറിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ബൂസ്റ്ററുകളും എല്ലാം ലഭ്യമാണ്. അപ്പോൾ നല്ലൊരു നഴ്സറിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇന്നാണ് ഈ ചെടിക്കടൻ്റെ ഉദ്ഘാടനം. നിലമ്പൂർ കരുളായി നെടുങ്ങയം ഫോറസ്റ്റിൻ്റെ അടുത്താണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെടിൻ്റെ കട. എല്ലാവിധ ഐറ്റംസും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കുറ്റ്യാടി തെങ്ങ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളവിടെ ചെയ്തു പോരുന്നുണ്ട്. അത് ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ കൊടുത്തു പോരുന്നത്. ഹോൾസെയിലും റീറ്റെയിലും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഹോൾസെയിൽ പാർട്ടിക്ക് നമ്മളത് വളരെ കുറഞ്ഞ വിലക്ക് എല്ലാ ഐറ്റംസും സപ്ലൈ ചെയ്തു പോരുന്നുണ്ട്. എന്താ ചെടിക്കടൻ്റെ പേരെന്താ? എസ് ഗ്രോൺ എന്നാണ് നമ്മളെ ചെടിക്കടൻ്റെ പേര്. എസ് ഗ്രോൺ. എന്താ അങ്ങനെ ഒരു പേരിട്ട്? അത് ചെടിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പേരായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്തത്. പിന്നെ ഇതാണ് അടുത്ത ഇതിലൊരു പാർട്ട്ണർ. നിങ്ങൾക്ക് എന്താ പറയാന്? വളരെ സന്തോഷം. ഉദ്ഘാടനം നമ്മളെ കൃഷി ഓഫീസറാണ്. കൃഷി ഓഫീസർ. പിന്നെ സമയം എപ്പോഴാണ്? 9 മണിക്കാണ്. മേഡം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇവിടുന്ന് പച്ചക്കറി തൈകൾ ഹോൾസെയിലായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൃഷി ഓഫീസർ ചെയ്തു തന്നിട്ടുണ്ട്. ചെടികളൊക്കെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. ചെടികൾ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹാങ്ങിങ് ടൈപ്സ് കംപ്ലീറ്റ് നമ്മളിവിടെ നമ്മളെ സുഹൃത്തുക്കൾ, ഫാമിലി, അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവരെ വീട്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് നമ്മളിവിടെ വരുത്തുന്നത്. അതേപോലെ ഹാങ്ങിങ് ടൈപ്സ് നമ്മളിവിടുന്ന് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നു. പിന്നെ പെറ്റുകളൊക്കെ ഉണ്ടല്ലോ, പെറ്റ്സ്, അതേപോലെ ഫിഷ്, അക്വേറിയം സെറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ കൂടുകൾ നിർമ്മിച്ചു കൊടുക്കും. ആ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് അയാളാണ്. കുറ്റ്യാടി തെങ്ങാണിത്. ഈ കാണുന്ന തെങ്ങ് കുറ്റ്യാടി തെങ്ങാണ്. ഇതിൽ 3 വർഷം കൊണ്ട് ഇത് കായ്ഫലം ഉണ്ടാവും. അതിൻ്റെ എല്ലാ രീതിയും, അതായത് അതിൻ്റെ പ്ലാന്റിങ് മുതൽ എല്ലാ സംഭവങ്ങളും നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അത് അതുപോലെ ചെയ്താൽ മതി. 3 വർഷം കൊണ്ട് കായ്ക്കുന്നുള്ളത് ഗ്യാരണ്ടി നമ്മൾ തരും ചെയ്യും ഈ ഐറ്റംസ് തെങ്ങ്. ഇത് കാസർഗോഡനാണ് ഈ ഐറ്റംസ്. ഇത് മുനീത് നഗറാണ്. അത് മംഗളയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ ഐറ്റംസ് നമ്മൾ ഇതിന് ഓരോ പാർട്ടിക്കും നമ്മൾ ഓരോ വീടുകളിലേക്കും ടെറസിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലം ഇല്ലാത്തൊരു ആളുകളില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലത്ത് ഓൽക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽസ്, വളം, ചകിരിച്ചോറ്, ചട്ടി, എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടുന്ന് ഓൽക്ക് കൊടുക്കുകയും ചെയ്യും. അത് ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തിരിച്ചിങ്ങോട്ട് തരും ചെയ്യും. അതിന് നല്ല ബൾക്ക് ഓർഡർ നമുക്ക് പുറത്തുനിന്നുണ്ട്. അത് സാധനം ഉണ്ടാക്കിയിട്ട് അത് നേരെ തിരിച്ചിങ്ങോട്ട് തന്നാലും മതി. അത് എത്ര ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കും. എല്ലാ സാധനങ്ങളും നമ്മൾ ചട്ടി, വളം, ചകിരിച്ചോറ്, മറ്റെല്ലാ ഐറ്റംസും റോ മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആയുള്ള മരുന്നടക്കം നമ്മൾ അവർക്ക് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും. അത് അവർ ചെയ്തിട്ട് നേരെ റിട്ടേൺ ഇങ്ങോട്ട് തിരിച്ച് തന്നാൽ മതി. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിലയ്ക്ക് നമ്മൾ എടുക്കുകയും ചെയ്യും. ഓൽക്ക് ഉണ്ടാക്കാനുള്ള കൂലിയല്ല, ഓലിരുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഓൽക്ക് അതിനൊരു റേറ്റ് ഇട്ടിട്ട് അത് നമ്മൾ റിട്ടേൺ വാങ്ങും. അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത്രയും നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഗാർഡൻ്റെ ഇത് ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടുകളിൽ ചെടി ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്താം. അവിടെ കൊണ്ടുപോയി കൊടുത്താൽ അതിനുള്ള കാശ് തരും. പിന്നെ അതിൻ്റെ മണ്ണ്, വളം, പിന്നെ വേണ്ട തൈ, ചട്ടി എല്ലാം അവർ തരും. തന്നിട്ട് നമുക്ക് അത് സെറ്റാക്കി കൊടുത്താലും അതിനുള്ളൊരു റേറ്റ് ഓല് തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും ഇപ്പം കാര്യമായിട്ട് ജോലി ഇല്ലാത്തവർക്കൊക്കെ ഇതൊരു നല്ലൊരു സംരംഭമായിട്ട് ഏറ്റെടുത്തിട്ട് ഇത് ഹോൾസെയിലും അതിന് റീറ്റെയിലുള്ളൊരു ഷോപ്പാണ്. അപ്പം എത്ര കിട്ടിയാലും അവർക്ക് ആവശ്യമാണ്. അക്വേറിയം ഉണ്ട്, അതുപോലെ ലവ് ബേഡ്സിൻ്റെ ഇതുണ്ട്, എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോഗൺവില്ലേൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗി തന്നെയാണ് കാണാനും. അപ്പം എല്ലാവരും ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തുക. കാരണം ചെടി ഉണ്ടാക്കി കൊണ്ടേ കൊടുത്താൽ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ചെടിയാണെങ്കിലും 10 രൂപ 20 രൂപ കിട്ടുകയാണെങ്കിൽ നമ്മളെ കൈക്കൊരു വരുമാനമാകുമല്ലോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ചെറിയ ചെടികളൊക്കെ നമ്മൾ പല വീട്ടമ്മമാരും ഉണ്ടാക്കണതാണ്. അങ്ങനെ തന്നെയാണ് ഇതിവിടെ എത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ മടിയന്മാരായി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി ആരും മടി കാട്ടാതെ നമ്മളെ കരുളായി തന്നെ ഇതിനൊരു ഷോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു കാര്യമാവും, നമുക്കൊരു കാര്യമാവും. കാറ്റസിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ. നല്ല പൂ വിരിഞ്ഞിരിക്കണതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മൾ കാണാത്ത ടൈപ്പ് വെറൈറ്റികളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ ബേഡ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. വെറൈറ്റി ലവ് ബേഡ്സുകളുണ്ട്, പ്രാവുണ്ട്. ഇനിയും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്. ഇന്നിപ്പോൾ ഉദ്ഘാടനം ആയതുകൊണ്ട് കുറച്ച് ഐറ്റംസൊക്കെ എത്തിയിട്ടുള്ളൂ. പിന്നെ ഈ ഗാർഡനിൽ അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ബൗളുണ്ട്, അതുപോലെ അതിന് തീറ്റ കൊടുക്കുന്നതുണ്ട്, അതുപോലെ കോഴിക്കൊക്കെ വെള്ളം കൊടുക്കുന്നത്, തീറ്റ കൊടുക്കുന്നത്, അങ്ങനത്തെ എല്ലാ സംവിധാനവും ഉണ്ട്. അതുപോലെ അക്വേറിയം സെറ്റ് ചെയ്ത് തരും. അക്വേറിയം ഉണ്ട്, അലങ്കാര മീനുകളുണ്ട്.
എല്ലാ വെറൈറ്റികളും ഉണ്ട്. ബൗളുകളുണ്ട്, പലതരം അലങ്കാര മീനുകളുണ്ട്. അതിന് വേണ്ട ഗ്ലാസ്, കുപ്പി, ബൗള് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്റ്റോണ്, പല കളറിലുള്ള സ്റ്റോണുകളുണ്ട്. പിന്നെ മീനുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള തീറ്റകളുണ്ട്, കിളികൾക്ക് കൊടുക്കാനുള്ള തീറ്റകളുണ്ട്. പിന്നെ ഇവിടെ ചെടി ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ചട്ടി, പലതരത്തിലുള്ള ചട്ടി ഉണ്ട്, പല റേറ്റിലുള്ള ചട്ടി ഉണ്ട്. ഹാങ്ങിങ് പ്ലാന് കുഴിച്ചിടാൻ പറ്റിയ ചട്ടി ഉണ്ട്. അതുപോലെ ഇൻഡോർ പ്ലാന്റ്, ഇതൊക്കെ പലതരം വെറൈറ്റികളും പല റേറ്റിലുള്ളതാണ്. ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പല വെറൈറ്റികളുണ്ട്. ഏത് തരം വേണമെങ്കിലും ഉണ്ട്, റേറ്റും കുറവാണ്. അതുപോലെ ഓർക്കിഡൊക്കെ നടാൻ പറ്റിയ ഐറ്റംസ് അങ്ങനെ ഉണ്ട്. അകത്തൊക്കെ വെക്കാൻ പറ്റിയ മോഡലുണ്ട്. പിന്നെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അതിൻ്റെ ഐറ്റംസുകൾ പലതരത്തിലുള്ളതുണ്ട്. തൂക്കിയിടാൻ പറ്റിയ ഇത്, പിന്നെ ടയറിൻ്റെ ആ ഒരു ചട്ടി, അങ്ങനെ പല വെറൈറ്റികളും ഉണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ചകിരിച്ചോറ്, വളം, മണ്ണിര കമ്പോസ്റ്റ്, ഓർഗാനിക്കായിട്ട് തന്നെ പിന്നെ ഉള്ളതുണ്ട്. അതുപോലെ ചാണകം, ചാണകപ്പൊടി, പിന്നെ ചെടികൾക്ക് കൊടുക്കാനുള്ള ബൂസ്റ്റ് ഐറ്റംസുകൾ, മണ്ണിൽ കൊടുക്കാനുള്ള, പ്ലാന്റിന് കൊടുക്കാനുള്ളത്, അതുപോലെ നമ്മൾ കീടങ്ങളൊക്കെ വരുന്നതിന് തളിച്ച് കൊടുക്കാനുള്ളത്, അങ്ങനത്തെയൊക്കെ ഐറ്റംസുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗാർഡനിൽ എല്ലാ തരം ചെടികളും വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട്. അതുപോലെ പ്ലാന്റ്, തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, പേരക്ക, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ ഇവരെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യക്കാർക്ക് വിളിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്